ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 1ഉം 2ഉം ചാപ്റ്ററിൻ്റെ റിവിഷനാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ പെട്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചങ്ങ് കേട്ടോ. ആദ്യം ഒരു പിക്ചർ തന്നിട്ട് എന്താ ഈ ചിത്രത്തിലെ പക്ഷി ഏതാണെന്നോ ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഇത് പൊന്മാനാണ്, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടെന്നാ അല്ലേ? വിവിധ ജീവികൾ പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്നുണ്ടെന്നാ. അതിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ഗോട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ നോട്ട് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ, അതുകൊണ്ട് ഞാനിപ്പോൾ ഓടിച്ചിട്ടങ്ങ് പറയുക. എന്താ ഗോട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്താ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികൾ ഉണ്ടെന്നും ഒക്കെയാണ്. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാപ്റ്റർ കണ്ടോ, ഈ പടത്തിനകത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താ ചെറിയ ജീവികൾ ഏതൊക്കെയാണെന്നും, അതായത് ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഇതിനകത്തിൽ ഏതൊക്കെ ഉണ്ടെന്നും, ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഇതിനകത്തിൽ ഏതൊക്കെയാണെന്നും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിക്കേ, സസ്യങ്ങളെ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അവയെ അടുത്ത്, അതായത് ഇതൊരു ഫുഡ് ചെയിനാണ് അല്ലേ, അതിനെക്കുറിച്ചുമാണ്. പിന്നെന്താണ് ഫുഡ് വെബ് എന്നാൽ എന്ത്, പിന്നെന്താണ് സീയുടെ കാര്യം പറയുന്നത്. എന്താണ് കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ എന്ന് പറയുന്നുണ്ടല്ലേ. കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ എന്ന് വെച്ചാൽ ശൃംഖലകൾ കടലിലും ഉണ്ടെന്നാണ്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരൊന്നും അറിഞ്ഞിരിക്കണേ കുഞ്ഞില്ലേ. ഷാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവാണ്. സാർഡൈൻ എന്നും പറയാം. എന്താ മത്തിക്ക് പറയുന്ന പേരാ. ചെറുമീനുകൾക്ക് സ്മാൾ ഫിഷാണ്. സീ ടർട്ടിൽ എന്ന് വെച്ചാൽ കടലാമയാണ്. പ്ലാങ്ക്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലവകങ്ങൾ എന്നാണ് കേട്ടോ. അതിൻ്റെ മലയാളം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. അതുപോലെ തന്നെ ഓരോ ജീവികളും അവയുടെ ഫുഡുമാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ നോട്ടിൽ കാണത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഷാർക്ക് കഴിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്? ഷാർക്ക് എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞു സ്രാവാണ്. ഈ അറിയാൻ വയ്യാത്ത വാക്കുകൾ നിങ്ങൾ എഴുതിയിട്ടോണം കേട്ടോ. ഷാർക്ക് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ സ്രാവ്. അത് കഴിക്കുന്നത് കണവ, സ്ക്വിഡ്, ഫിഷസ് എന്ന മീന്, സീ ടർട്ടിൽ എന്ന് വെച്ചാൽ കടലാമ കേട്ടോ. എന്തൊക്കെയാ? സ്ക്വേഡ്, ഫിഷസ്, സീ ടർട്ടിൽ എന്ന് വെച്ചാൽ കണവ, മീനുകൾ, കടലാമകൾ. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞു സാർഡൈൻ എന്ന് വെച്ചാൽ എന്താണ്? സാർഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിയാണ്. മത്തി എപ്പോഴും സ്മാൾ ഫിഷസിനെയോ പ്ലാങ്ക്ടനെയോ കഴിക്കുന്നത്. സീ ടർട്ടിൽ എന്ന് വെച്ചാൽ കടലാമ, പ്ലാന്റിൻ്റെ പാർട്ടും ഫിഷസും ഒക്കെയാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ സസ്യത്തിൻ്റെ ചില ഭാഗങ്ങളും മീനുകളുമാണ്. ചെറുമീനുകൾ കഴിക്കുന്നത് പ്ലാങ്ക്ടൺ ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറയും എന്ത് ഈ പ്ലാങ്ക്ടൻ്റെ മലയാളം എന്ന് വെച്ചാൽ പ്ലവകങ്ങൾ എന്നാണ്. എന്താണ് പ്ലവകങ്ങൾ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏതൊക്കെ? അതായത് ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് പ്ലാങ്ക്ടൺ കേട്ടോ. ഇനി നോക്കിയേ, സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്, എത്ര ആഹാര ബന്ധങ്ങൾ നമുക്കുണ്ടെന്ന് നോക്കിക്കേ. ഇത് കണ്ടില്ലോ, നിലനിൽപ്പിനായിട്ട് ഇവിടെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതിനെ കുറിച്ചുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് കോമ്പോണൻസ് ഡു ദ ഫിഷ് നീഡ് ടു സർവൈവ്? അതായത് മത്സ്യത്തിന് നമ്മൾ പറയുന്ന മീൻ വെള്ളത്തിൽ കിടക്കുന്നത്, ഇതിനൊക്കെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ആ വെള്ളത്തിനകത്തിൽ വേണമെന്ന്, എന്തൊക്കെ വേണം നിങ്ങളെ? അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. എന്താ? സൺലൈറ്റ്, അക്വാറ്റിക് പ്ലാന്റ്സ്, അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതുപോലെ ലിവിങ് തിങ്സും നോൺ ലിവിങ്, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ഈ കുളത്തിനകത്തിൽ ജീവനുള്ളവ ഏതൊക്കെയാണ്? ജീവൻ, അത് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ. എന്താ കുഞ്ഞുങ്ങളെ? ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടി പറയുന്നില്ല. ഇത് നോക്കിക്കേ, ഇതും ഉണ്ട്. അതായത് വിച്ച് ആർ ദ ഹാബിറ്റന്റ് ഷോ ഏതൊക്കെയാണെന്നും അതുകൊണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫുഡ് കാർഡ് തയ്യാറാക്കാൻ ഞാൻ എഴുതിയെടുത്തിട്ടില്ല, കാരണം ടെസ്റ്റിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് എഴുതിയെടുത്തിട്ടില്ല കേട്ടോ. അതൊന്ന് നോക്കണേ. ഫുഡ് കാർഡാണ്. പിന്നെ ഞാൻ ടൈഗറിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും, കാരണം അതും ടെസ്റ്റിൽ കിടപ്പുണ്ട്. ടൈഗറിനെ കുറിച്ച് കേട്ടോ. എന്താ കുഞ്ഞുങ്ങൾ? ടൈഗർ എന്ന് വെച്ചാൽ കടുവയാണ് അല്ലേ. പക്ഷി ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെട്ട ഒരു ജീവിയാണ് കടുവ അല്ലേ. ഒരാവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്നും വരാം. കടുവയെ പോലെയുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണികളായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവൻ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഈ ഇത്രയും ബോക്സിനകത്ത് കൊടുത്തത്. മനസ്സിലായോ? അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇൻവാഡേഴ്സ് എന്ന് വെച്ചാൽ അധിനിവേശക്കാർ എന്നാണ്. ഇവിടെ അധിനിവേശക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെക്കുറിച്ചാണ് നിങ്ങളെ പറയുന്നത്? ആഫ്രിക്കൻ മുഷിയെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി കേട്ടോ. ഞാൻ ഈ നോട്ട് തരാത്തതാണ് ഈ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതൊക്കെ ടെസ്റ്റിൽ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ലല്ലോ. ആഫ്രിക്കൻ മുഷികളെ കുറിച്ച് ചോദിച്ചാൽ എന്താ വെച്ചാൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്ന കേട്ടോ. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ ഈ അധിനിവേശ മത്സ്യമായി ഇവ കാണുന്നുമുണ്ട്. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയ
ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. കാരണം എന്താ, നമ്മുടെ നാട്ടിലെ കുളത്തിലൊക്കെ ഇതിനെ കൊണ്ടിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? നമ്മൾ കഴിക്കാനുള്ള മീനുകളെ എല്ലാം ഇവ അങ്ങ് തിന്നു തീർക്കും അല്ലേ, പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല അല്ലേ. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ജന്തുക്കൾ വല്ലതും ഉണ്ടോ, അത് അല്ലെങ്കിൽ സസ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ പേജിനകത്തിൽ പറയുന്നത്. രണ്ടാമത്തത് ആഹാര ബന്ധത്തെക്കുറിച്ചാണ്. ഓരോ ജീവികളും, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചാർട്ട് വരയ്ക്കാൻ ചോദിക്കും. നോക്കിക്കേ, ഇവിടെ പുല്ല് പുൽച്ചാടി തിന്നു, പുൽച്ചാടിയെ ഫ്രോഗ് തിന്നുന്നു, ഫ്രോഗിനെ അത് കണ്ടില്ല. ഇത് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് അത് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നാൽ എന്ത്, അത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പോട്ടെ. അടുത്തത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എങ്ങനെയാണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ക്ലോറോഫിൽ ഈസ് a pigment in the leaves that help plants to produce food. Oxygen is also produced result of this act. And ഈ ഒരു വരി പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കളയണ്ട. നോക്കൂ നിങ്ങളെ, അടുത്തത് അവിടെ പിക്ചർ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പല നിറത്തിൽ ഡൈവേഴ്സിറ്റി ഇൻ കളറുകൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ കളർ കൊടുക്കുന്നതിനെ കുറിച്ച് ഈ പരീക്ഷയ്ക്ക് അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ. ചുവപ്പ് കളർ കൊടുക്കുന്നത് ഏത് പിഗ്മെൻ്റ് ആണ്, ഏത് വർണ്ണകമാണ് ചുവപ്പ് കളർ കൊടുക്കുന്നത്? ആൻഡോസയാനിൻ. മലയാളം എഴുതാൻ അറിയാൻ വയ്യാത്തവർ നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ, ആൻഡോസയാനിൻ ആണ് കേട്ടോ. ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിനാണ്. യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിലാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തോണേ. പച്ച കളർ അപ്പോൾ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് നോട്ടിലുണ്ട്. അപ്പം പിന്നെന്താ കുഞ്ഞുങ്ങളെ, ഏതാണ്ട് ഈ കണ്ണുകളുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നമുക്ക് വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ്, ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നേക്കഡ് ഐസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കണ്ണുകൊണ്ട് നയന നേത്രം എന്നൊക്കെ പറയും. ഈ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് എന്താണ് സ്റ്റൊമാറ്റ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ. അതും ചോദിക്കുന്നത് കേട്ടോ. എന്താ നിങ്ങളെ, ഇലകളിലൂടെ ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഇലയ്ക്കകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്, എന്നാലും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറിയ കുത്തായിട്ടുള്ള സുഷിരങ്ങൾ കാണാം. അതിന് പറയുന്ന പേരാ നിങ്ങളെ എന്താ? സ്റ്റൊമാറ്റ. എന്തിനാ ഈ കുത്തി ഇലയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ? ഇതിലൂടെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു ഈ സസ്യത്തിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ടോ അത് അവയ്ക്ക് ഇലയിൽ നിന്നും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങളെ? ഇത് ഓക്സിജനെ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുന്നതും പുറന്തള്ളപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നില്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജനെ പുറന്തള്ളപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ സസ്യങ്ങളിൽ ഓക്സിജനെ അവർ പുറന്തള്ളപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചാണോ നിങ്ങളെ പറഞ്ഞത്? എന്താ നിങ്ങളെ, സസ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് സസ്യങ്ങൾ. നമ്മളോ ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടുകയുമാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ തരാമല്ലോ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ എന്താ? എപ്പിഫൈറ്റുകൾ എന്നാൽ എന്ത്? അതിൻ്റെ ഞാൻ നോട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ? ഹോസ്റ്റ് പ്ലാന്റ്സ്, അതത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു ലൊറാന്തസിനെ കുറിച്ച് പറയുന്നുണ്ട്, കസ്ക്യൂട്ടയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. കസ്ക്യൂട്ടയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാ കേട്ടോ കസ്ക്യൂട്ട. കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കസ്ക്യൂട്ട? എന്താ കസ്ക്യൂട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ കസ്ക്യൂട്ട? കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങളാൽ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലെയുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കസ്ക്യൂട്ട കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്താളിയാണ് കേട്ടോ. പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. മൂടില്ലാത്താളി എന്ന് വെച്ചാൽ എന്താ? ഇത് കണ്ടോ, വേറൊന്നിനെ ആശ്രയിച്ച് കഴിയുന്നതാണ് കേട്ടോ. ഇത് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്രയും സംസാരിക്കേണ്ട. അപ്പം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഓടിച്ചിട്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. അപ്പം അതിൻ്റെ നോട്ട് നോക്കിക്കേ. നമുക്ക് പ്രധാനപ്പെട്ട നോട്ട് നോക്കും ഞങ്ങൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മലയാളം മീഡിയക്കാർ മലയാളത്തിൽ എഴുതുക, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിൽ എഴുതുക. ആടിൻ്റെ പ്രധാന ആഹാരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്ലാവില, പുല്ലുകൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം വിട്ടിട്ട് തുടങ്ങിയവ മലയാളം, ഇംഗ്ലീഷ് എക്സെട്ര. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ. ആഹാര ശൃംഖലാജാലം എന്നാൽ എന്ത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. എന്താ നിങ്ങളെ? ആഹാരത്തിനായി
ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അതിന്റെ മലയാളം ഇംഗ്ലീഷ് നോക്കൂ കുഞ്ഞുങ്ങളെ. ഫുഡ് വെബ്. ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദീസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. കേട്ടോ, ലിവിങ് ബീയിങ്സ് എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഒന്നും വേണ്ട, എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം മുമ്പ് നമ്മൾ പറഞ്ഞു, മീനുകൾക്ക് വെള്ളത്തിൽ കിടക്കണമെങ്കിൽ എന്തെല്ലാം വേണം, എന്തൊക്കെ വേണം? വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? സൂര്യപ്രകാശം വേണം, ജലം വേണം, ഓക്സിജൻ വേണം, ജലസസ്യങ്ങൾ വേണം, സൺലൈറ്റ്, വാട്ടർ, ഓക്സിജൻ, വോംസ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മത്സ്യത്തിന് ആ ജലത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. നോക്കൂ നിങ്ങളെ, കുളത്തിൽ ജീവനുള്ളവ എന്തൊക്കെയുണ്ട്? ആ പിക്ചർ തന്നിട്ടില്ലേ? ആ പിക്ചറിലെ കുളത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്? എന്തൊക്കെയുണ്ട്? ഞണ്ട്, തവള, ചെറുമീനുകൾ അല്ലെ, ലിവിങ് തിങ്സ് ഇൻ പോണ്ട്, ക്രാബ്സ്, ഫ്രോഗ്, സ്മാൾ ഫിഷസ്, ഇവയൊക്കെയാണ്. അപ്പൊ ഇല്ലാത്തത് എന്താണെന്നും അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. പ്ലാങ്ക്ടൺ എന്നാൽ എന്താ നിങ്ങളെ? പ്ലാങ്ക്ടൺസ് ആണ് സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. അങ്ങനെയാണെങ്കിൽ ഹാബിറ്റാറ്റ് എന്നാൽ എന്താണ്? ആവാസ വ്യവസ്ഥ എന്നാൽ എന്ത്? ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ് ആർ കാൾഡ് ഹാബിറ്റാറ്റ്. അതായത് ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിന് പറയുന്ന പേരാവും ഞങ്ങളെ എന്താ? ആവാസ വ്യവസ്ഥ. ഓക്കെ ആണോ? നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ, അതല്ലെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. പരീക്ഷയുടെ തലേന്നത്തേക്കൊന്നും വെച്ചേക്കല്ലേ കുഞ്ഞുങ്ങളെ, അന്നെന്നുള്ളത് അന്നങ്ങ് തീർക്കുക. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിരീക്ഷിച്ചതിന് ശേഷം ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം കണ്ടുവന്ന്? എന്തൊക്കെയാ? ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, ഡിസേർട്ട് എന്താ? മരുഭൂമികൾ, കണ്ടൽ കാടുകൾ, മൻഗ്രൂവ്സ്, പോളാർ റീജിയൻ, ധ്രുവപ്രദേശം. അടുത്തത് ഫുഡ് ചെയിൻ എന്നാൽ എന്ത്? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. അതായത് ആഹാര ശൃംഖല എന്നാൽ എന്താന്ന്? ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നാൽ എന്ത്? അത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? അറേഞ്ചിൽ എഴുതാൻ പറയും. എന്തോ നിങ്ങളെ ഫസ്റ്റ് എന്താണ്? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. നിങ്ങൾക്കറിയാമല്ലേ ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ചാൽ അത് എഴുതുക, അതി വലുത് എഴുതുക. ഓക്കെ, അടുത്ത് എന്താണ്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം എഴുതാനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പിഫൈറ്റുകൾ, ഓർക്കിഡുകൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഫൈറ്റ് ടെസ്റ്റ് തന്നിട്ടുണ്ട്. അടുത്ത വർണ്ണകങ്ങൾ എന്നാൽ എന്ത്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നതിൻ്റെ പേരാണ്. നിറം നൽകുന്നത് ആരാണ് കുഞ്ഞുങ്ങളെ? വർണ്ണകങ്ങളാണ്. എന്താണ് വർണ്ണകങ്ങൾ? നമ്മൾ പല കളറിലുള്ള ഇലകൾ, തണ്ടുകൾ, പൂക്കളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ കളർ കൊടുക്കുന്ന ആരാ? വർണ്ണകങ്ങളാണ്. ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. സ്മാൾ പോർസ് നമ്മൾ പറയത്തില്ലേ, ലീവ്സിലെ സ്മാൾ പോർസിന് പറയുന്ന പേരെന്താ ഞങ്ങളെ? സ്റ്റൊമാറ്റ. ഓക്കെ, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, അത് നമുക്ക് കുറേയൊക്കെ പറഞ്ഞതാണ്. പ്ലവകങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. പ്ലവകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചെറു മത്സ്യങ്ങൾ കഴിക്കുന്നു. ഈ ചെറു മത്സ്യങ്ങളെ മത്തി കഴിക്കുന്നു. പ്ലവകങ്ങളെ മത്സ്യം കഴിക്കുന്നുണ്ട് കടലാമ, സ്രാവ്. പ്ലവകങ്ങൾ, ചെറു മത്സ്യങ്ങൾ, സ്രാവ്. ഇത് നിങ്ങളോട് എന്ത് ചെയ്യും? എഴുതാൻ ചോദിക്കുമായിരിക്കും കേട്ടോ. ഇതിൻ്റെ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാൻ നിങ്ങളോട് ചോദിക്കും. അപ്പം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആഹാര ശൃംഖലയുടെ കണ്ടോ. ഇതൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ എടുക്കത്തില്ല, കാരണം ഇത് റിവിഷൻ ചാപ്റ്ററാണ്. നമ്മൾ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. കുളത്തിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ആവാസ വ്യവസ്ഥ എന്നാൽ എന്തെന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ എന്തൊക്കെ കാണാം? നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പുസ്തകത്തിലെ പടം നിരീക്ഷിച്ചിട്ട് ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മളിപ്പോൾ കടുവയെക്കുറിച്ച് പറഞ്ഞു. ഈ കടുവ ഇല്ലാതിരുന്നാലോ? ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും വലിയ മുകളിലാണ് നമ്മുടെ കടുവകൾ. ഈ കടുവകൾ ഇല്ലാതായാൽ കടുവ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാന്, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം കൂടുന്നു. ഇവയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ മനുഷ്യരെയൊക്കെ തിന്ന് നമ്മളൊക്കെ ഇല്ലാതാകുന്നു. അതാണ് എൻ്റെ അടുത്ത നോക്കുക. ആഫ്രിക്കൻ മുഷി, അതിനെക്കുറിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, പറഞ്ഞതാണ്. ഇല്ലാത്തവരെ നോക്കണേ നിങ്ങൾ, കാരണം നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കണ്ടേ. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്തൊക്കെയാണ്? അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം നിങ്ങളെ. ഒരു സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഹരിതകം, വെള്ളം കേട്ടോ. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷും ഉണ്ട്. വർണ്ണകങ്ങൾ എന്നാൽ എന്താണ്? അത് നമ്മൾ പറഞ്ഞതാണ്. ഹരിതകം എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകത്തിന് പറയുന്ന പേരാണ് ഹരിതകം. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? ചുവപ്പ് ആന്തോസയാനിൻ. മലയാളം എഴുതാൻ അറിയാൻ എത്ര എഴുതിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ? ആന്തോസയാനിൻ. ഓറഞ്ച് കരോട്ടിൻ. പച്ച കളറ് ക്ലോറോഫിൽ. മഞ്ഞ സാന്തോഫിൽ. ഇത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഓരോന്നിനും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓരോ കളറും കൊടുക്കുന്നത്
പറയുന്നത് ഏതൊക്കെയാണെന്ന്. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനായി ഉപയോഗിക്കുന്ന എപ്പോഴും ഓക്സിജനാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അത് ഞാൻ പറഞ്ഞു. ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സുഷിരങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളല്ല, സസ്യങ്ങൾ, വായുസ് മുമ്പ് ഞാനത് പറഞ്ഞത് അല്ലേ, സസ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സസ്യങ്ങൾ ചെയ്യുന്നതെന്ന്. എന്താ, നമ്മൾ ഓക്സിജനെ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു, പക്ഷേ സസ്യങ്ങളോ കാർബൺ ഡയോക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ ആ പറഞ്ഞതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് വായിക്കണേ. ഏകദേശം ഇതെല്ലാം ഞാൻ പറഞ്ഞതാ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ഫുഡ് ചെയിൻ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ഫോട്ടോസിന്തസിസ് എന്നാൽ എന്താ? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സോ ദീസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. എന്താ നിങ്ങളെ? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇട്ടതുകൊണ്ടാണ് ഞാനിതിപ്പം ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഈസ് ഇൻ ലീവ്സ്. ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഞാൻ റിവിഷനായിട്ട് ഒന്നും കൂടി പറഞ്ഞതാ. കാരണം ഇത് കിട്ടാത്ത കുട്ടികളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നുകൂടി ഇട്ടത്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പാടാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എവേ ഫ്രം ഡിസീസ്, അല്ലെങ്കിൽ വ്യാധികൾ പടരാതിരിക്കാൻ. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ? പനിയുടെ കാരണം എന്തെല്ലാമായിരിക്കും? ഫീവർ. അതൊക്കെ ഞാൻ രണ്ടാമത്തെ ലിങ്കിൽ ഇട്ടാവും. നിങ്ങളെ വിശദമായിട്ട് പറഞ്ഞതാ. പിന്നെ നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയാണിത്. രോഗമുള്ള സഹോദരിയിൽ നിന്നോ അല്ലെ അമ്മയിൽ നിന്നോമാണ് ഈ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നത്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, ഞാനങ്ങ് പറഞ്ഞല്ലോ. റൈറ്റ് ദ ഡിസീസ് യു നോ. നിങ്ങൾക്കറിയാവുന്ന ഡിസീസുകൾ. ഡിസീസിന്റെ മലയാളം അറിയണോ നിങ്ങളെ? രോഗങ്ങൾ എന്നാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു 5-6 രോഗങ്ങളുടെ പേര് പറയാൻ. മലയാളംകാരെന്ത് പറയും? ഡെങ്കിപ്പനി, വൈറൽ പനി, വയറുവേദന, കോളറ. ഇംഗ്ലീഷുകാരോ ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, സ്റ്റൊമക്ക് പെയിന്, കോളറ കേട്ടോ, ഇഷ്ടമുള്ള. ഇനി അതിലെ ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നിങ്ങളെ? അതായത് കമ്മ്യൂണിക്കൽ എന്ന് വെച്ചാൽ പകരുന്ന രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ എന്താ? പകരാത്ത രോഗങ്ങൾ. അത് നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബോക്സ് ഇട്ടിട്ട് കുറേ രോഗങ്ങൾ തന്നിട്ട് നിങ്ങൾ അതിനെ കമ്മ്യൂണിക്കബിൾ ഏതാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ആയെന്ന് വേർതിരിച്ച് എഴുതാൻ ചോദിക്കുമ്പോഴാണ് പെട്ടുപോകുന്നത് കേട്ടോ. അതുകൊണ്ട് അത് നല്ലപോലെ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഡെങ്കു ഫീവർ പകരുന്നതാണ്. കമ്മ്യൂണിക്കബിൾ മലയാളംകാർക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ പകരുന്ന രോഗങ്ങളാണ്? ഡെങ്കിപ്പനി, വൈറൽ പനി, കോവിഡ്, മലേറിയ, മഞ്ഞപ്പിത്തമൊക്കെ. ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, കോവിഡ് കേൾക്കുമ്പോഴേ അറിയാൻ പകരുമോ ഇല്ലയോ അതല്ലേ. മലേറിയ, പിന്നെ മഞ്ഞപ്പിത്തം അല്ലേ, അതൊക്കെ അറിയാവുന്ന. അടുത്ത പകരാത്തത് ഏതാവും നിങ്ങളെ? ക്യാൻസർ, ഡയബറ്റീസ്, സ്റ്റൊമക്ക് പെയിന്, ഹാർട്ട് അറ്റാക്ക്, ആസ്മ, പാർക്കിൻസൺസ്, ഇവയെല്ലാം എന്താവും നിങ്ങളെ? ഇവയെല്ലാം പകരാത്ത രോഗങ്ങളാണ്. ക്യാൻസർ, പ്രമേഹം, വയറുവേദന, ഹൃദയാഘാതം, ആസ്മ, ഇതൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3-4 പഠിച്ചു വെച്ചേക്കണേ. വാട്ട് ഈസ് എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു? പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പകരുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നാണ് പറയുന്നത് അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ വേറൊരു പേരാവും നിങ്ങളെ സാംക്രമിക രോഗങ്ങൾ എന്നും ഇതിന്റെ വേറൊരു പേരുണ്ട് കേട്ടോ. ഇനി ആ പേര് കേൾക്കുമ്പോൾ അത് പഠിപ്പിച്ചില്ല എന്ന് പറയണ്ട. എന്താ ഞങ്ങളെ പകരുന്ന രോഗങ്ങൾക്ക് വേറൊരു പേരാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ എന്താ നിങ്ങളെ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് ഡു നോട്ട് സ്പ്രെഡ് 1% ആണ്. എന്താ നോട്ട്, അതിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുത്താൽ എന്താ? പകരത്തില്ല, സ്പ്രെഡ് ആവത്തില്ല അല്ലേ. ഓക്കെ ആണോ? അടുത്ത എന്താണ് പാൻഡമിക് എന്ന് കേൾക്കുമ്പോഴേ എന്താ? മഹാമാരികൾ. നമ്മുടെ കോവിഡ് ഒരു വലിയ മഹാമാരിയായിരുന്നു നിങ്ങളെ. പകരുന്ന രോഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ഇല്ലയോ. നമ്മുടെ കോവിഡ് എവിടെ കിടന്ന രോഗമാണല്ലേ. അത് എന്താ നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിപ്പോയി അല്ലേ. പകരുന്ന രോഗങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരികൾ അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ കുഞ്ഞുങ്ങളെ. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെന്റ് ആൻഡ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കാൾഡ് എ പാൻഡമിക്. എക്സാമ്പിൾ സ്മാൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19. ഓക്കെ, ഇതൊക്കെ എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങളെ, നോക്കിയിരിക്കല്ലേ. വാട്ട് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഈ പകരുന്ന രോഗങ്ങൾക്ക് കാരണം എന്താണ്? ദ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം.
like bacteria, virus and fungi. We cannot see them with our naked eyes. They are called pathogens. എന്താ പറഞ്ഞാൽ പാത്തോജൻസ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ രോഗകാരികൾ, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. ഇതൊക്കെയുണ്ട്. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുണ്ട്, വൈറസ് പരത്തുന്ന രോഗങ്ങളുണ്ട്, ഫംഗസ് പരത്തുന്ന രോഗങ്ങളുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താ സൂക്ഷ്മാണുക്കളാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ അണുക്കളാണ്. സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് എന്താ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അതിനാലാണ് ഇതിനെ രോഗകാരികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതാണെന്ന്. പക്ഷേ ഇതിന് ഉപയോഗകരമായ ബാക്ടീരിയ ഉണ്ട്. ഏതാണെന്നറിയോ? നമ്മളിപ്പോൾ ഉഴുന്നും അരിയും കൂടെ അരച്ചിട്ട് വൈകിട്ട് വെക്കത്തില്ലേ, അത് രാവിലെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അത് നല്ല ദോശ പരുവത്തിനായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. അത് രണ്ടും കൂടെ ആയിട്ട് എന്ത് ചെയ്യുന്നു? അതിനകത്ത് ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഫെർമെൻറ്റഡ് എന്ന് വെച്ചാൽ ദോശമാവ് ചില ബാക്ടീരിയകളാൽ പുളിക്കുന്നു. ഫെർമെൻ്റ് എന്ന് വെച്ചാൽ പുളിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്. അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടാക്കത്തില്ലേ, അതിനും നമ്മുടെ ബാക്ടീരിയയുടെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഡൈജഷൻ ഓഫ് ഫുഡ്, നമ്മുടെ വയറ്റിനകത്തിലുണ്ട് ഒരുപാട് ബാക്ടീരിയകളുണ്ടല്ലേ, അത് ഡൈജഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ബാക്ടീരിയയുടെ ഉപയോഗം, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്? ഹൗ ഡിസീസസ് സ്പ്രെഡ്, രോഗങ്ങൾ എങ്ങനെയാണ് പടരുന്നത്? രോഗങ്ങൾ എങ്ങനെയാവും നിങ്ങളെ പടരുന്നത്? ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ്. നമുക്ക് പല രീതിയിലും രോഗങ്ങൾ പകരാം. വായുവിലൂടെയാകാം, വെള്ളത്തിലൂടെയാകാം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും ചില മൃഗങ്ങളിലൂടെയും രോഗങ്ങൾ പകരുന്നതാണ്. ഈ ലവ് ബേഡ്സിനെ വളർത്തുന്നത്, പൂച്ചയെ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്നത്, ഇതിലൂടെയൊക്കെയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താവും ഞങ്ങളെ ടു അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്, നമുക്ക് എങ്ങനെ ഡിസീസ് സ്പ്രെഡ് ചെയ്യാം? മെയിൻറ്റെയിൻ ക്ലീൻലൈനസ് എന്ന് വെച്ചാൽ ശുചിത്വം പാലിക്കുക. പിന്നെ വിയർ മാസ്ക് ധരിക്കുക. കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹ്യ അകലം പാലിക്കുക. റിസീവ് അവൈലബിൾ വാക്സിൻ, ലഭ്യമായ വാക്സിനുകൾ എടുക്കുക. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, രോഗികൾ ആരാണോ അവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണവും പഠിച്ചിരിക്കണം കേട്ടോ. 5 എണ്ണത്തിന് എളുപ്പം 5 മാർക്കായിരിക്കും. ടു അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്, രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അടുത്താണ് എന്താണ് വെക്ടേഴ്സ്, രോഗാണുവാഹകർ എന്നാൽ എന്താണ്? Vectors are organisms that bring diseases carrying microorganisms into our body. Housefly, mosquito, bats, etc. are some of the vector organisms. രോഗവാഹകരായ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവികളാണ് വെക്ടറുകൾ. ഈച്ച, കൊതുക്, വവ്വാൽ, എലിച്ചെള്ള തുടങ്ങിയവ രോഗവാഹിനി ജീവികളിൽ ചിലതാണെന്നാണ്. മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ എഴുതിയെടുക്കണേ. അടുത്തത് കൺട്രോൾ മോസ്കിറ്റോസ്. മോസ്കിറ്റോസിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദ ഏരിയ അറൗണ്ട് യുവർ ഹോം. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. റിമൂവ് ഗ്രാസ് ആൻഡ് ഷ്രബ് അറൗണ്ട് ഹൗസ്. വീടിന് ചുറ്റുമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ നീക്കം ചെയ്യുക. യൂസസ് മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കുക എന്നതൊക്കെ ഏതെങ്കിലും 3 അല്ല, ഈ 3 തന്നെ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ എഴുതിയെടുക്കുക, മലയാളക്കാർ മലയാളത്തിൽ എഴുതിയെടുത്തോണം കേട്ടോ. അപ്പോൾ ഇത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ? ഇത് രണ്ട് സിലബസ് കൂടെ അല്ലേ? കേരളയും രണ്ടും കേരളയാണല്ലോ അല്ലേ? മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിനെയും കൊണ്ട് എഴുതുന്നുണ്ടാവും നിങ്ങളെ നോട്ട് വലുതായിട്ട് തോന്നുന്നത് കേട്ടോ. അടുത്ത വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്? കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? എന്ത് ചെയ്യണം? മുറിക്കകത്ത് കയറി അതോടെ ചെന്നാൽ പോരെ, കൊതുകടി കേൾക്കത്തില്ലല്ലേ? മുറിക്കകത്ത് കയറി ഇരുന്നാലും കൊതുകടിക്ക് എന്താ? കീപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ വാതിലുകളും ജനലുകളും അടച്ചിടുക. യൂസ് മോസ്കിറ്റോ നെറ്റ്, എല്ലായിടവും മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് അല്ലേ? വിയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻറ്. നിങ്ങൾ നീളം കൈയുള്ള ഷർട്ടുകളും നീളമുള്ള പാൻറ്റും ഇടുക എന്നാണ് പറയുന്നത് കേട്ടോ, കൊതുകടിക്കാതിരിക്കാൻ. ഇനി രോഗം പകരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കൂ നിങ്ങളെ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. പഴങ്ങളും പച്ചക്കറികളും കഴുകി തന്നെ ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കുക. പിന്നെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ? അന്നേരം നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക.
ഒഴിവാക്കുക. എന്താ നിങ്ങളെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നതാണെങ്കിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്ത് ചെയ്യണം, കഴുകി തന്നെ ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി അടച്ചു വെക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്ന വായുവിലൂടെയാണെങ്കിലോ മാസ്ക് ഉപയോഗിക്കുകയും രോഗിയുമായിട്ട് അടുത്തിടപഴകാതിരിക്കുകയും ചെയ്യുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയോ പകരുന്നെങ്കിലോ നമ്മൾ ചെരുപ്പ് വെളിയിലിറങ്ങുമ്പോൾ ചെരുപ്പ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മണ്ണും ചെളിയും പുരണ്ടാൽ സോപ്പിട്ട് കാല് കഴുകിയിട്ട് വേണം അകത്ത് കയറായിരുന്നു. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ എഴുതിയേക്കുന്നത്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. എന്താ ഞാൻ അതിൻ്റെ എല്ലാം മലയാളം ഇപ്പുറത്ത് പറഞ്ഞത്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ, ഇത് എന്താ ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും ഉണ്ടാകുന്ന ഡിസീസുകൾ, പിന്നെ എയറിൽ നിന്നുണ്ടാകുന്നത്, പിന്നെ ത്രൂ സോയിൽ ആൻഡ് സീവേജ്, അഴുക്ക് വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും ഉണ്ടാകുന്നത്, അതിനെല്ലാം റീസണുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്, പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് അവിയൻ ഫ്ലൂ. എവിയാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വിളിക്കാം, സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എവിയൻ ഫ്ലൂ, അതുപോലെ തന്നെ സാൽമോണല്ല. ഓക്കെ, അനിമൽ ഡിസീസിൻ്റെ 2 പേരോ ആന്ത്രാക്സ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. പ്ലാന്റ് ഡിസീസുകൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ട്, വൈറസ്, ഫംഗലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഏതെങ്കിലും എല്ലാത്തിൻ്റെ ഒരു 2 പഠിച്ചു വെച്ചേക്കട്ടെ കുഞ്ഞുങ്ങളെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഇമ്മ്യൂണിറ്റി? വാട്ട് ഇസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? Ability of our body to control and fight against pathogens is called natural immunity. എന്ന് വെച്ചാൽ രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിനൊരു കഴിവുണ്ട്. ഈ കഴിവിന് പറയുന്ന പേരാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന്. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 2 കാര്യങ്ങളാണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ടെസ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എഴുതിയില്ല. BCGയുടെ ഫുൾ ഫോം അറിയണം, ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ എന്നാണ്. OPV എന്നാൽ ഓറൽ പോളിയോ വാക്സിൻ എന്നാണ്. ഇതിൻ്റെയൊക്കെ വാക്സിൻ്റെ പേരും അത് ജനന സമയത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ചുരുക്കി എഴുതി വെച്ചതേ ഉള്ളൂ കേട്ടോ. ഹെപ്പറ്റൈറ്റീസിൻ്റെയൊക്കെ പേര് പറയാൻ അറിയണം കുഞ്ഞുങ്ങളെ. ടെറ്റനസ്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ്, BCG, പോളിയോ വാക്സിൻ, ഇതിൻ്റെയൊക്കെ പേര് പറയാൻ അറിയണം. ടെസ്റ്റിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ 2 ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, നിങ്ങളത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് ഈ 2 ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്നുള്ള കമൻറ്റ് ബോക്സിൽ തരിക. നമുക്ക് 3ാമത്തെ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ 1ഉം 2ഉം ഞാൻ നല്ല രീതിയിൽ ആദ്യത്തെ ലിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവിഷൻ എന്നും പറഞ്ഞ് ഇപ്പം ഞാൻ ഇട്ടത് ഇതിനകത്തിൽ കുറേ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ പാരാസൈറ്റിനെ കുറിച്ചൊക്കെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അതൊക്കെ നോക്കണം കേട്ടോ. പാരാസൈറ്റും ടോട്ടൽ പാരാസൈറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ടെസ്റ്റിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇടാഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു.